പെണ്ണിനെ വളരെ വില കുറച്ച് കാണുന്നു, ഇപ്പോൾ ഗോൾഡിന് പ്രാധാന്യം കൊടുക്കുന്നു, ഈ സ്ത്രീധനം, അങ്ങനെ കുറേ യൂണിവേഴ്സൽ ആയിട്ടുള്ള കുറേ തീംസ് ഉണ്ട്. ഇന്നർ ആയിട്ടുള്ള കുറേ സത്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് ഈ പടത്തിൽ. കുറേ ഇൻക്ലൂഡഡ് ആണ്. ലോ ബഡ്ജറ്റ് പടമാണ്, പക്ഷെ നമുക്കത് അത്രയും ഇഷ്ടപ്പെട്ട് കാണാൻ പറ്റും. നമുക്ക് അടുത്തെന്ത് സംഭവിക്കും ആ ഒരു ത്രില്ലിരുന്ന് കാണാൻ പറ്റും. ബേസിലിൻ്റെ പടമായതുകൊണ്ടാണ് ചേച്ചിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് വന്നത്. നല്ല പടമായിരിക്കും. പക്ഷേ ഞാൻ ചേച്ചിയുടെ ചോദിച്ചില്ല എങ്ങനെ ഉണ്ടെന്ന്. ഞാനിപ്പോൾ ഇറങ്ങി വരുന്നതാണ്. എനിക്ക് ത്രില്ലർ പ്ലസ് ഫീൽ ഗുഡ് എന്ന് പറയാം. നല്ല പടമായിരുന്നു, കണ്ടോണ്ടിരിക്കാം. കോമഡി അല്ല, സീരിയസാ. കൊള്ളാം ചേട്ടാ, കൊള്ളാം. സൂപ്പർ സൂപ്പർ. അടുത്ത് എന്ത് സംഭവിക്കും ആ ഒരു ത്രില്ല് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. എടുത്തു പറയാൻ്റെ സ്റ്റോറി തന്നെ പുതുമ കിട്ടിയിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ത്രീധനത്തിൻ്റെ പേരിലുണ്ടാവുന്ന കുറേ ഒരു ഇതാണ് സിനിമയിൽ കാണിച്ചിരിക്കണം. നല്ല പടം കാണുക. അഭിനയം സൂപ്പറാണ്, ബേസിൽ കലക്കിയിട്ടുണ്ട്. പടത്തിൽ എടുത്തു പറയാം ചേട്ടാ, പടം എന്ന് പറഞ്ഞാൽ ഒരു ലോ ബഡ്ജറ്റ് പടമാണ്, പക്ഷെ നമുക്കത് അത്രയും ഇഷ്ടപ്പെട്ട് കാണാൻ പറ്റും. നമുക്ക് അടുത്തെന്ത് സംഭവിക്കും ആ ഒരു ത്രില്ലിരുന്ന് കാണാൻ പറ്റും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. നമ്മുടെ ഇപ്പോഴത്തെ സ്വർണവും അതിൻ്റെ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്ത്രീധനമൊക്കെ എടുത്ത് പറയുന്നുണ്ട് പടത്തിൽ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിൻ്റെ ക്യാരക്ടറായിരുന്നാലും നല്ല അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമ്പാൻ ആവേശത്തിലുള്ള പുള്ളിക്കാരനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ഷെയ്ഡായിട്ടാണ് വന്നിരിക്കുന്നത് റോള്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ത്രില്ലർ പ്ലസ് ഫീൽ ഗുഡ് എന്ന് പറയാം പടം. കുഴപ്പമില്ല, ത്രില്ലറല്ല, കുഴപ്പമില്ല. ഒരു ആവറേജ് പടമാണ്. അത്ര കിടലാണെന്ന് പറയാൻ പറ്റില്ല. അതാ പറയാൻ പറ്റും. ഇപ്പം ഞാനിപ്പം ബേസിലിൻ്റെ പടമായതുകൊണ്ടാണ് ചേച്ചിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് വന്നത്. നല്ല പടമായിരിക്കുന്നത്. പക്ഷേ അത്രത്തോളം എൻഗേജിങ് അല്ലായിരുന്നു. ചില സമയത്ത് ലാഗ് ഉണ്ട്, ബോറടിക്കുന്നുണ്ട്. എന്നാലും വൺ ടൈം വാച്ച്. അല്ല, അത് പറയാൻ പറ്റില്ല. അത് ബേസിലിൻ്റെ എല്ലാ പടത്തിലും അയാൾ നന്നായിട്ടല്ലേ ചെയ്യുന്നത്. ഈവൻ ഈ പടം അധികം എനിക്ക് വർക്കായിട്ടില്ല. ബട്ട് എന്നാലും ബേസിലിൻ്റെ എല്ലാ പടത്തിലും ഉള്ളത് ഇതിലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് ഡിപ്പെൻസ്. എന്താണ് ഡയറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റും അനുസരിച്ചിരിക്കും. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒക്കേഷ് വാച്ചാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ അത്ര കിടിലാണെന്ന് പറയാൻ പറ്റില്ല. ഫാമിലി പിടിപ്പോൾ ചില സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഉറക്കം വരുന്നുണ്ട്. അത് എൻ്റെ തെറ്റാണെന്ന് എനിക്കറിയില്ല. ഞാൻ ചേച്ചിയുടെ ചോദിച്ചില്ല എങ്ങനെ ഉണ്ടെന്ന്. ഞാനിപ്പോൾ ഇറങ്ങി വരുന്നതാണ്. എനിക്ക് ചെറുതായിട്ടൊന്ന് ഉറക്കം വന്നു. അത് എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് അറിയില്ല. അത്ര കിടിലായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു ആവറേജ് 10-ഒരു 6 കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. 6 അല്ല, ഒരു 5.5 അത്രയേ ഉള്ളൂ. അതിനുള്ളതുള്ള എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ അഭിപ്രായം എനിക്കറിയില്ല. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ ഒപ്പീനിയനാണ്. ഞാൻ ഒരു 5.5 കൊടുക്കും. കുഴപ്പമില്ല, നല്ല പടം. അഭിനയം എല്ലാവരും കൊള്ളാം. കോമഡി ആയിട്ടൊന്നുമില്ല, ഒരു ചെറിയ സീരീസ് കോമഡി എല്ലാം കൂടെ ഇല്ല. അങ്ങനെ എനിക്ക് ഒരു ലെവലിനെ തോന്നിയത്. കൊള്ളാം, നല്ല പടമായിരുന്നു. അഭിനയം കൊള്ളാം. സിനിമാറ്റോഗ്രഫി നല്ല രസമായിരുന്നു. ബേസിലിൻ്റെ പെർഫോമൻസ് തന്നെ നല്ലതായിരുന്നു. നല്ല പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം. 2 മണിക്കൂറാണ്, ക്രിസ്പാണ്, വലിയ ലാഗൊന്നുമില്ല. അവിടെ സീൻസിൻ്റെ സിറ്റുവേഷൻസിൻ്റെ ആയിട്ടുള്ള ലാഗ് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല മേക്കിംഗ് ആണ്. ഇന്ദുവിൻ്റെ എഴുത്തിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അത് പക്കാ നല്ല രീതിയിൽ അതേ രീതിയിൽ ചിത്രീകരിച്ചിട്ടുമുണ്ട്. പിന്നെ സിനിമ ടൈറ്റിൽ പറയുന്ന പോലെ പൊന്ന് മെയിൻ ഒരു തീമാണ്. സ്വർണ്ണം, ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ വില കൂടി നിൽക്കുന്ന സമയമാണല്ലോ. അപ്പോൾ സ്വർണ്ണം ഭീകര ഒരു തീമാണ്. ഇപ്പം മൊത്തത്തിൽ ഈ സിനിമ തന്നെ ഗോൾഡാണ് കൊണ്ടുപോകുന്നത്. ഗോൾഡിൻ്റെ ബേസിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും ഗോൾഡ് കലാക്കാനുള്ള കുറേ ശ്രമങ്ങളും അങ്ങനെ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന കുറേ ക്ലാഷസ്. സജിൻ്റെയും ബേസിലിൻ്റെയും കഥാപാത്രങ്ങൾ, പിന്നെ ലിജോ മോൾ, 3 പേരും കട്ടയ്ക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ലിജോ മോൾ എടുത്ത് പറയണം, വലിയൊരു കംബാക്കാണ്. ഇനിയും കുറേ മലയാള സിനിമകളിൽ ലിജോ മോൾ വരണം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ലിജോ മോൾ. പിന്നെ കുറേ യൂണിവേഴ്സൽ ആയിട്ടുള്ള കുറേ തീംസ്, അതായത് നമ്മൾ പെണ്ണിനെ വളരെ വില കുറച്ച് കാണുന്നു, ഇപ്പോൾ ഗോൾഡിന് പ്രാധാന്യം കൊടുക്കുന്നു, ഈ സ്ത്രീധനം, അങ്ങനെ കുറേ യൂണിവേഴ്സൽ ആയിട്ടുള്ള കുറേ തീംസ് ഉണ്ട്. അതിനൊരു അവയർനെസ് എന്നുള്ള രീതിയിൽ പബ്ലിക്കിന് തിരിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ തീംസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓൾറെഡി ആ എഴുത്തിൽ ഇൻക്ലൂഡഡ് ആണ്. അത് തന്നെ സിനിമയിലും കാണുന്നുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ്. ബേസിൽ ഗംഭീര പ്രകടനം. അതായത് സ്ഥിരം മറ്റ് സിനിമകളിലൊക്കെ നമ്മളൊരു ഫണ്ണി ക്യാരക്ടർ, ബാക്കി ഗ്യാങ്ങിൻ്റെ കൂടെ നിൽക്കുന്ന ക്യാരക്ടർ അങ്ങനെ കണ്ടിട്ടുള്ളല്ലോ നമ്മൾ ഇതുവരെ ബേസിൽ. ഇതിനകത്തൊരു പക്ക സാധാരണക്കാരൻ, അയാൾക്കുണ്ടാകുന്ന ദേഷ്യം, അയാളുടെ സങ്കടം, അയാളുടെ സന്തോഷങ്ങൾ, അതൊക്കെ നന്നായിട്ട് ബേസിൽ ചെയ്തിട്ടുണ്ട്. നേരെ നോക്കുവാണെങ്കിൽ സജിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അമ്പാൻ, നമ്മളെങ്ങനെ അമ്പാനെ എത്രത്തോളം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു അതിന് പക്ക നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ സിനിമയിൽ സജിൻ പക്ക നെഗറ്റീവാണ്. നമ്മൾ വെറുത്തു പോകും. കണ്ട പ്രേക്ഷകരൊക്കെ വെറുത്തു പോകും പുള്ളിയുടെ കഥാപാത്രം. നന്നായിട്ട് പുള്ളിയുടെ അഭിനയ മികവാണ്, പറയാതിരിക്കാൻ പറ്റില്ല. സജിൻ്റെ ലിജോ മോൾ അതുപോലെ തന്നെ നല്ല പെർഫോമൻസ്. 3 പേരും കട്ടയ്ക്ക് പെർഫോം ചെയ്തു. ഗംഭീര പ്രകടനം, പറയാതിരിക്കാൻ വയ്യ. മൊത്തത്തിൽ പടം കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഇന്നറായിട്ടുള്ള കുറേ സത്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് ഈ പടത്തിൽ. കുറേ ഇൻക്ലൂഡഡ് ആണ്. അത് പ്രേക്ഷകർക്ക് കണക്റ്റഡ് ആവും. ക്ലൈമാക്സ് ആകുമ്പോഴേക്കും നന്നായിട്ട് കണക്റ്റഡ് ആവും. അത് ആ രീതിയിലാണ് എൻ്റെ സ്ക്രീൻ പ്ലേ. കൊള്ളാം. നടന്ന സംഭവം എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരുടെയും പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അത് കാണുമ്പോൾ എനിക്കും ഫീൽ ചെയ്തു. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, മിക്കവരുടെയും പേഴ്സണൽ ലൈഫിൽ ഇതിനകത്തുള്ള പല സിറ്റുവേഷൻസും ഫേസ് ചെയ്തിട്ടുള്ളവരാണ്. അത് സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. നല്ല മേക്കിംഗ്, പറയാതിരിക്കാൻ വയ്യ. നല്ല മേക്കിംഗ്.